നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. When he saw the crowds, he was deeply moved with compassion for them, because they were troubled and helpless like sheep without a shepherd. The harvest is plenty, but the laborers are few. Pray ye therefore the Lord of the harvest, that he will send forth laborers into his harvest. സെബിക്ക് പോൾ ഷമ്മാച്ചിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ വലിയൊരു അനുഭവം പലരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾക്ക് വിശ്വസിക്കാം. ഇവിടെ പറയുന്നു, വേലക്കാരെ അയക്കാനായിട്ട് പ്രാർത്ഥിപ്പിൻ. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ജനം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സെബിക്കോൾ ഷെമാച്ചൻ കശിശ പട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിളിക്കപ്പെട്ടവർ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പലരുടെയും വിളിയെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നതായ അവസരത്തിൽ 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഞാൻ ഇതാ, എന്നെ അയക്കൂ, ഹിയർ ഐ ആം, സെൻഡ് മീ. അതുപോലെ തന്നെ അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 22-1, യാക്കോബിനെയും ഉൽപ്പത്തി പുസ്തകം 31-11, മോശെ പുറപ്പാട് പുസ്തകം 3-4, ശമൂവേൽ പ്രവാചകൻ 1 ശമൂവേൽ 3-4, ഏറ്റവും അവസാനമായി വിശുദ്ധ കന്യമറിയത്തിനുള്ള വിളി ലൂക്കോസ് സുവിശേഷം 1:38, ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വിളി കേൾക്കുന്നതായ അവസ്ഥ. ഈ വിളികൾക്കുള്ള ഒരു പ്രത്യേകത, എല്ലാവരും ദൈവ സാന്നിധ്യ ബോധത്തെക്കുറിച്ചുള്ള നല്ല ഒരു അനുഭവത്തിൽ നിന്നവരാണ്. ഇന്ന് ഷെമാച്ചൻ സെബിക്ക് പോളിനുള്ള വിളിയുടെ ഒരു ഭാഗം പൂർത്തീകരിക്കുന്നതായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഈ വാക്യങ്ങൾ ഇന്ന് വായിച്ച ഭാഗത്തിൽ പറയുന്നത് പോലെ, അവൻ ജനങ്ങളെ കണ്ട് അവരോട് മനസ്സലിഞ്ഞു. ആടുകളെ പോലെ, ഇടയനില്ലാത്ത ആടുകളെ പോലെ അവൻ അവരെ കണ്ടു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലുള്ള വാക്ക് കമ്പാഷൻ എന്നുള്ള വാക്കാണ്. മനസ്സലിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ അതിനെ ആ അർത്ഥത്തെ പൂർണ്ണമായിട്ടും കൊണ്ടുവരാത്തതായ ഒരവസ്ഥയാണ്. ക്രിസോസ്റ്റം തിരുമേനി കമ്പാഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ടു എൻറ്റർ ഇൻ ടു ദ പെയിൻ ഓഫ് ദി അതർ. മറ്റൊരാളുടെ വേദനയിലേക്ക് എത്തിച്ചെല്ലുക, പ്രവേശിക്കുക എന്നുള്ള അർത്ഥമാണ്. വെറും മനസ്സലിയുന്ന അവസ്ഥയല്ല, ആ വേദനയിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ്. അത് തന്നെയാണല്ലോ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ ദൈവസ്വരൂപത്തിലായിരിക്കെ തന്നെ അവനെ തന്നെ ഇല്ലാതാക്കി, എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാ പറയുന്നത്, കെനോസിസ് എന്നുള്ള ഗ്രീക്ക് വാക്ക്. അവനെ തന്നെ ഇല്ലാതാക്കി ലോകത്തിൻ്റെ വേദനയിലേക്ക് ഇറങ്ങി വരുന്നതായ ദൈവത്തിൻ്റെ അനുഭവം. അപ്പോൾ ഈ വിളി എന്ന് പറയുന്നതായ ഈ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥയെ കണ്ട് ലോകത്തെക്കുറിച്ച് നിരാശപ്പെടുന്നതായ ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. ആ നിരാശയുടെ അനുഭവത്തിൽ നിൽക്കുന്നതായ
ദൈവത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതായ ഒരു വിളിയാണ് പ്രവാചകന്മാർക്കും മറിയത്തിനും ഉണ്ടായത്. ആ ലോകത്തിൻ്റെ പേരിലേക്ക് ഇറങ്ങി വരുന്നതായ കർത്താവിനെയാണ് നാം കാണുന്നത്. അപ്പോൾ വിളിയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വളരെ ചുരുക്കമായിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷ നിർത്താം. ഈ വിളി വലിയ തത്വശാസ്ത്രമൊന്നും വേദശാസ്ത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷമാശൻ സെമിനാറിയിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്നാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിവിലേജ് ടു ബി കോൾഡ്. വിളിക്കപ്പെടുന്നത് ഒരു പദവിയാണ്. വിശുദ്ധ കുർബാന ചൊല്ലുന്നത് മാത്രമല്ല, ജനങ്ങളെ ശുശ്രൂഷിക്കുന്നത് മാത്രമല്ല, ലോകത്തിൻ്റെ വേദനയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുന്നതായ വലിയൊരു പദവിയാണ്. ഓരോ പ്രാവശ്യവും ഞാൻ വിശുദ്ധ കുർബാന സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷിക്കുന്നതായ അവസ്ഥയിൽ കാസായും പീലാസായും എടുത്ത് ഞാൻ തിരിയുമ്പം ഞാൻ ഓർക്കും, ദൈവമേ, കുപ്പയിൽ കിടക്കേണ്ട ആളാണ് ഞാൻ, കുഴിയിൽ കിടക്കേണ്ട ആളാണ് ഞാൻ, ഒന്നുമില്ലാത്തവനായി തീരേണ്ട ഗതികെട്ട ഒരവസ്ഥയിലായിരിക്കേണ്ട ആളായിരുന്നു ഞാൻ. ഇന്നത്തെ ഈ ദിവസം ഈ അനുഭവത്തിൽ നിന്റെ ശരീരവും രക്തവും എടുത്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള പദവിയിലേക്ക് നീ എന്നെ ഉയർത്തിയത് എന്തു വലിയൊരു കൃപയാണ് എന്നോർത്താണ് ഞാൻ തിരിയുന്നത്. അതെപ്പോഴും എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് എൻ്റെ കൂടെ ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഷെബി ഷമാച്ചൻ വരുന്നതായ ഒരു പുതിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയുടെ അനുഭവത്തെ വെറും ഒരു ചെറിയ അപ്പത്തിൽ അല്പം വീഞ്ഞിൽ അനുഭവിക്കാനും അനുഭവപ്പെടുത്താനും ആൾക്കാരെ കൊണ്ടുവരുന്നതായ വലിയൊരു പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആർക്ക് ചിന്തിക്കാൻ കഴിയും? അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിനെ പോലും കൂടെ കൊണ്ടുപോകുന്നത്, കൂടെ യാത്ര ചെയ്യുന്നതായ വലിയൊരു അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ അതെന്ത് വലിയൊരു പദവിയാണ്. എന്നാൽ ആ പദവിയിൽ ഉൾക്കൊള്ളുന്നതായ ചില സ്വഭാവ ശ്രേഷ്ഠതകളുണ്ട്. അത് താഴ്മയുടെയും വിനയത്തിൻ്റെയും ജനങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ, ജനങ്ങളുടെ മാത്രമല്ല സൃഷ്ടിപ്പിൻ്റെ മൊത്തം വേദനയെ കണ്ട് ആ വേദനയിൽ ലയിക്കുന്നതായ പങ്കെടുക്കുന്നതായ വലിയൊരു ശുശ്രൂഷയാണ്. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ക്രിയേഷൻ ഇസ് ഇൻ പെയിൻ. സൃഷ്ടിപ്പിന്റെ വേദനയെ പോലും കാണുന്നതായ ഒരവസ്ഥ. ഇതിലേക്കാണ് ഇന്ന് കർത്താവ് സെബി ഷമാച്ചനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദവിയോട് ചേർന്ന് വേറെ 2 വിഷയങ്ങളുടെ നാം മനസ്സിലാക്കണം. ഒരു പദവി എന്ന് പറയുമ്പോൾ വെറും ഒരു സ്ഥാനത്തിൻ്റെ അവസ്ഥയല്ല. അതിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ആ വിളിയോട് ചേർന്നുണ്ടാകുന്നതായ ചില അവസ്ഥകളുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠർക്കെല്ലാം അറിയാം, തിരുമേനിക്കും അറിയാം. ഇറ്റ് ഈസ് എ കോൾ ടു ലോൺലിനെസ്. ഹെൻറി ന്യൂവൻ എന്ന് പറഞ്ഞതായ ദൈവശാസ്ത്രം എഴുതിയിരിക്കുന്ന ബുക്കിലാണ് ഈ ലോൺലിനെസ്സിനെ കുറിച്ച് പറയുന്നത്. ലോൺലിനെസ്സിൻ്റെ ഏറ്റവും അടുത്ത വ്യാഖ്യാനം ഞാൻ കണ്ടത് ഏകാന്തത എന്നാണ്. പക്ഷെ ആ ഏകാന്തത ലോൺലിനെസ്സിൻ്റെ പൂർണ്ണ അർത്ഥത്തെ കൊണ്ടുവരുന്നില്ല. അതിനെ പോസിറ്റീവായിട്ടും എടുക്കാം, ഒരു നെഗറ്റീവായിട്ടും എടുക്കാം. നെഗറ്റീവായിട്ട് എടുക്കുന്നതായ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ലോൺലിനെസ് എന്ന് പറയുന്നത്. ആരും ഇല്ലാത്തവർ. ഏകാന്തത എന്ന് പറയുമ്പോൾ ആരും ഇല്ല എന്നുള്ള അർത്ഥം കൂടെ വരാം. ഈ ലോൺലിനെസ് ഈ പദവിയുടെ ഒരു ഭാഗമാണ്. ദ മിനിസ്ട്രി ഓഫ് ലോൺലിനെസ്. മിനിസ്ട്രി ഓഫ് ലോൺലിനെസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം നിൽക്കുന്നതായ സ്ഥാനം, നാം യാത്ര ചെയ്യുന്നതായ വഴി, ഈ സ്ഥാനത്തും
ഈ വഴിയിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ലോകത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും കടന്നുകൂടാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളിനെ ലോകം എങ്ങനെ കാണും എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, തള്ളപ്പെട്ടവരായി മാറും, കുറ്റപ്പെട്ടവരായി മാറും, ആരുമില്ലാത്തവരായി മാറും, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകളായി മാറും. നമുക്കറിയാം, സഭയുടെ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലായിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി നിന്നവരായ ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളും അനുഭവിച്ചതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും നമുക്കറിയാം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പദവിക്കാരായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ മലയാളത്തിലെ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈ ലോൺലിനെസ് വളരെ യാഥാർത്ഥ്യമാണ്. സഹായിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. നമ്മുടെ ദുഃഖങ്ങൾ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദുർവ്യാഖ്യാനം നടക്കുന്ന അവസ്ഥകളുണ്ടാകാം, വേദനയുടെ അനുഭവങ്ങളുണ്ടാകാം. നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ ആ നിൽപ്പ് ഭയങ്കരമായ ഒരു അന്ധകാരത്തിൻ്റെ അവസ്ഥയാകാം. എൻട്രി ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ലോൺലിനെസ്, എൻട്രി ഇൻ ടു ദ കേവ് ഓഫ് ലോൺലിനെസ്. ആ ഗുഹയിലോട്ട്, എനിക്ക് ആ ഏകാന്തത എന്നുള്ള വാക്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥം കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ ഗുഹയിലോട്ട് എത്തുന്നതായ, യാത്ര ചെയ്യുന്നതായ, നിൽക്കുന്നതായ അവസ്ഥ അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. കാരണം എല്ലാവരുടെയും വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ദൈവത്തിൻ്റെ മാത്രമായ ഒരു വികാരമേ ഉൾക്കൊള്ളാനായിട്ട് ഈ പദവി അനുവദിക്കുന്നുള്ളൂ. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനെ ഏൽപ്പിച്ച വേല മാത്രം ചെയ്യാൻ സാധ്യമുള്ളൂ. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ വചനങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതിനെ മറച്ചു പറഞ്ഞപ്പോഴാണ്, അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം കർത്താവിനോട് എതിർപ്പായത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കാനല്ല ഈ പദവി. ഈ ലോകത്തിൻ്റെ അവസ്ഥയെ ദൈവ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വിളിയാണ്. ആ വിളിയെ നാം മനസ്സിലാക്കാതെ പോയാൽ വലിയ അപകടമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. യുഗങ്ങളിൽ എവിടൊക്കെയോ ദൈവത്തിനു വേണ്ടി ദൈവദാസന്മാർ നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം അപകടങ്ങൾ നിറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഏകാന്തത അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ആരും സഹായിക്കാനില്ലാതെ മർദ്ദനം ഏറ്റവരും ഇന്ന് ഏൽക്കുന്നവരുമുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെ തീയരിച്ചു കൊന്നത്. ഓർത്തു നോക്കണം, 2 കുഞ്ഞുങ്ങളുടെ നിൽക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എന്തൊരു സുഖമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? എരിഞ്ഞ് മരിച്ച 2 കുഞ്ഞുങ്ങൾ പിടച്ചപ്പോൾ ആ പിതാവും അവിടെ നിന്ന് പിടച്ചു. ഇതിനെക്കുറിച്ച് ഓർത്താണ് ആ കുടുംബം ഇന്നും ജീവിക്കുന്നത്. ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ സഭയുടെ പല അവസ്ഥകളിൽ കൂടെ കാണാം. മേരി റാണി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ, അവരെ 32 പ്രാവശ്യമാണ് കുത്തിയത്. യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടി? മതപരിവർത്തനമല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിനു വേണ്ടി ജീവിച്ചതായ വ്യക്തികൾ. സൗത്ത് അമേരിക്കയിൽ എൽ സാൽവഡോറിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ടായിരിക്കാം, ബിഷപ്പ് റൊമേറോ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദുഃഖത്തിലിരിക്കുന്നതായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ അത് താല്പര്യപ്പെടാത്ത ആൾക്കാർ കുർബാന ചൊല്ലുന്ന മധ്യേ വന്ന് വെടിവെച്ച് കൊന്നു. ഇതാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. കർത്താവ് അനുഭവിച്ചതായിട്ടുള്ള ഏകാന്തത എന്താണ്? കുരിശിൽ കിടന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദ ലോൺലിനെസ് ഓൺ ദ ക്രോസ്. ഈ ലോൺലിനെസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ സുവിശേഷ ദർശനം എന്ന് മുൻപോട്ട് പോവുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ലോകം ദുഷ്ടതയുടെ മറവിൽ മൂടിക്കിടക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു വിളിക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അവസ്ഥയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കോൾ, നമ്മുടെ വിളി അർത്ഥമില്ലാത്തതായി പോകും, ശൂന്യമായി പോകും.
ഇന്ന് പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും യാഥാർത്ഥ്യമാണ്. ആരെയും കുറ്റം പറയാനോ കൊച്ചാക്കാനോ അല്ല. സഭ മെഡിയോക്രിറ്റി എന്ന് പറയും, മെഡിയോക്രിറ്റിയിലേക്ക് പോവുകയാണ്. ഇറ്റ് ഹസ് ബിക്കം ദി ക്ലാസ് ദാറ്റ് റിപ്രസെന്റ്സ് ദ മിഡിൽ ക്ലാസ്. മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ക്ലാസ് ആണ്. സിയോറായി പോയി 3 അച്ഛന്മാരായവർ അവർ കിടന്നപ്പോൾ മൂർഖൻ പാമ്പ് വരെ അവരുടെ കൂടെ കിടന്ന അവസ്ഥ പറഞ്ഞിട്ടുണ്ട്, വായിച്ച് കേട്ടിട്ടുണ്ട്, അടി വായിച്ച കേസുകൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ മറന്നു. മെഡിയോക്രിറ്റിയിൽ അല്ലെ ഫെയ്ത്ത് ഇൻ മെഡിയോക്രിറ്റി ആയി മാറിയിരിക്കുക. വിശ്വാസം ഒരു മധ്യ അവസ്ഥയിൽ, എനിക്ക് മലയാളം പറയാൻ ശരിക്കറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേദന എടുക്കാൻ നാം തയ്യാറല്ല. മെയിൻറ്റെയിനിങ് ദ ഫ്ലോക്ക്, അത്രയേ ഉള്ളൂ. അതായത് ഈ കൂട്ടം ഇങ്ങനെ അങ്ങ് പോകണം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം. ലോകത്തിന്റെ ദുഃഖം കാണാത്തതായ ക്രിസ്ത്യ വിശ്വാസം ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്. അത് നാം മനസ്സിലാക്കണം. അത് സെബി കെ പോൾ ഷമ്മാശൻ ഇന്ന് പ്രവേശിക്കുന്ന വലിയൊരു ശുശ്രൂഷ, പദവിയുടെ ശുശ്രൂഷ ആകുമ്പോൾ ഈ പ്രയാസം കൂടി ഉണ്ട്. എന്നാൽ ഈ ലോൺലിനെസ്സിൽ അവസാനിപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ അല്ല. ഇറ്റ് ഈസ് ഓൾസോ മിനിസ്ട്രി ഓഫ് സോളിറ്റ്യൂഡ്. ഒരു വശത്ത് ഏകാന്തത എന്ന് പറയുന്ന ആരുമില്ലാത്ത അവസ്ഥയാകുമ്പോൾ, മറുവശത്ത് ദ മിനിസ്ട്രി ഓഫ് സോളിറ്റ്യൂഡ്. ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. ഏകാന്തത, ആരുമില്ല എന്നുള്ള മാനസിക തലത്തിലുള്ള ഒരു ചിന്തയുള്ളപ്പോൾ ആന്തരികമായ ഒരു യാത്രയുണ്ട്. ഈ ആന്തരികമായ യാത്ര എൻ്റെ ദേഹിയുടെ അനുഭവമാണ്. അതാണ് നമുക്ക് ആ കന്യാകുമാരിയുടെ പാട്ടി പറയുന്ന എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. ആ ആന്തരികമായ ഒരു യാത്ര ലോൺലിനെസിന്റെ എതിർവശമാണ്. അത് പറയുന്നു, എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. സങ്കീർത്തനങ്ങളെല്ലാം അതാ പറയുന്നത്. എൻ്റെ ഉള്ളിൽ, എൻ്റെ ആന്തരികതയിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ ദേഹിയിൽ, ഹെബ്രായ ഭാഷയിൽ പറയുന്ന നെഫേഷ്, എൻ്റെ നെഫേഷിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ ഒരു യാത്ര, ലോകത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു യാത്രയുണ്ട്. എന്നാൽ ഉള്ളിലേക്കുള്ള എപ്പോഴുമുള്ള ഒരു നിരന്തരമായ ഒരു യാത്രയുമുണ്ട്. ഷമാശിനെ ഞാൻ ഈ യാത്രയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഓർക്കണം, തന്നെയല്ല, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട്. ആ ആന്തരിക യാത്രയാണ് ഇന്ന് വേണ്ടിയത്. ആ ആന്തരിക യാത്രയിൽ പോകാത്തത് കൊണ്ടാണ് ഔവ്വായുടെയും ആദാമിന്റെയും കൂട്ട് ലോകത്തെ കണ്ട് അതിൽ പ്രലോഭിതരായി ജീവിക്കുന്നതായ വിശ്വാസ സമൂഹം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, ഏത് യാത്രയാണ് നമുക്ക് വേണ്ടിയത്? A journey with God in the solitude of His presence, അതോ a journey with the world in the loneliness that the world gives even in a crowd? ഒരു വലിയ ജനസമൂഹത്തിലും ലഭിക്കുന്നതായ ഒരു ലോൺലിനെസ് ആണോ വേണ്ടിയത്? അതോ ദൈവത്തോടു കൂടെ ഉള്ളിൽ നിന്നുള്ള യാത്രയിൽ അനുഭവിക്കുന്നതായ ആ സോളിറ്റ്യൂഡാണോ വേണ്ടിയത്? സെബി കെ പോൾ അച്ഛനെ ഈ യാത്രയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് പറയാണ്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 46 വരെ, ഇങ്ങനെ നീ എന്നെ കണ്ടു, നീ എന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ പട്ടിണിയായിരുന്നു, ഭക്ഷണം തന്നു. ഞാൻ മാനസിക രോഗിയായിരുന്നു, നീ എന്നെ കൂട്ടിച്ചേർത്തു. ഞാൻ മദ്യപാനം എന്ന് പറഞ്ഞ രോഗത്തിലായിരുന്നു, എന്നാലും നീ എന്നെ തള്ളിക്കളഞ്ഞില്ല. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. പല പല വ്യാഖ്യാനങ്ങൾ അതിന് നമുക്ക് കൊടുക്കാൻ കഴിയും. അവിടെ എല്ലാം നീ എന്നെ കണ്ടെങ്കിൽ, നീ എൻ്റെ വിളി കേട്ടെങ്കിൽ, നീ എൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കിയെങ്കിൽ, നീ എൻ്റെ ശബ്ദത്തെ കേട്ടു എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എ കോൾ വിച്ച് ഇസ് എ പ്രിവിലേജ്, ഒരു പദവിയായിരിക്കുന്ന വിളി. 2, ഒരു ലോൺലിനെസ്സിൻ്റെ അനുഭവം, ആ വിളിയിൽ ഒരു ലോൺലിനെസ് ഉണ്ട്. 3, എ കോൾ ഇൻ ടു ദ സോളിറ്റ്യൂഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആ ഏകാന്തതയിൽ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നതായ ഒരു അവസ്ഥ. ഹൊറേഷ്യോ എന്ന് പറഞ്ഞതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ 4 വയസ്സുള്ളപ്പോൾ
രോഗം വന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബിസിനസ് എല്ലാം തകർന്നുപോയി, തീ പിടിച്ചെല്ലാം നശിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കളെ UK വിട്ടപ്പോൾ 4 പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കപ്പൽ കടലിൽ മുങ്ങി, ഭാര്യ രക്ഷപ്പെട്ടു, 4 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. ഈ മനുഷ്യൻ എഴുതിയൊരു പാട്ടാണ്. മലയാളത്തിൽ അതിൻ്റെ തർജ്ജമ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ശരിയായ ട്യൂൺ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആ പാട്ട് ഇങ്ങനെയാവും പോകുന്നത്. When peace like a river attendeth my way, when sorrows like sea billows roll, whatever my Lord then thou hast taught me to say, it is well with my soul. It is well with my soul. പ്രയാസവും ദുഃഖവും കടൽ മാലകൾ എൻ്റെ മുകളിൽ കൂടെ കടന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. എൻ്റെ ജീവിതയാത്രയിൽ എന്നെ ഒത്തിരിയും സ്പർശിച്ചതായ ഒരു പാട്ടാണ് ഇത്. നമ്മളെല്ലാം സ്പർശിച്ച വേറെ ഒരു പാട്ടുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഇത് വൈറ്റ് വാഷ് ചെയ്ത് വലിയ വലിയ ലോകപ്രകാരമുള്ള അഡ്വർട്ടിസ്മെന്റ്സ് കാണിക്കുന്ന സന്തോഷത്തിൻ്റെ ശുശ്രൂഷയല്ല. ഇതിൻ്റെ സന്തോഷം വേറെയാണ്. ദ ജോയ് ഓഫ് ടേക്കിംഗ് ഓൺ ദ സോറോ ഓഫ് ഗോഡ് ബിക്കോസ് ഓഫ് എ സിൻഫുൾ വേൾഡ്. വളരെ പാപത്തിൽ മുങ്ങിനിൽക്കുന്നതായ ലോകത്തിൽ, ആ ലോകത്തിൽ ദൈവത്തിൻ്റെ സങ്കടത്തിൽ പങ്കെടുത്ത് യാത്ര ചെയ്യുന്നതായ ഒരു ശുശ്രൂഷ. അതിലേക്ക് സെബി പോൾ ഷമാശനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.